ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ റോസ്മേരി വാട്ടറിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ അടിയിൽ 2-3 പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചേച്ചി വല്ല ഐബ്രോയുടെ വല്ല ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ചേച്ചി എങ്ങനെയാണ് ഐബ്രോസ് എഴുതണേ, നല്ല ഭംഗിയുണ്ടെന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഐബ്രോ ഞാൻ എഴുതുന്ന വീഡിയോ ഒന്ന് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആ ചോദിച്ച ആൾക്കാർക്ക് വേണ്ടിയാണ് കേട്ടോ. ഞാൻ എങ്ങനെ എൻ്റെ ഐബ്രോ ഫില്ല് ചെയ്യണമെന്ന് കാണിച്ചു തരാം. അപ്പം നമുക്ക് നേരെ വീഡിയോക്ക് എടുക്കാം. അപ്പം എൻ്റെ ഐബ്രോ ഫില്ല് ചെയ്യണത് ഇത് രണ്ടും കൊണ്ടാണ് കേട്ടോ. ഞാൻ ഉപയോഗിക്കുന്നത് മ്യൂസിക് ഫ്ലോറിൻ്റെ ജെൽ ഐലൈനറാണ് കേട്ടോ. ഇതിൻ്റെ അതേ ഇത് പഴയതാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. ഇപ്പം പുതിയതോടെ ഉണ്ട്. പിന്നെ ഇതുപോലൊരു ബ്രഷാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഒരു സ്പൂലിയും ഉണ്ട്, അതുപോലെ തന്നെ അതേ ഒരു ആംഗുലർ ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ കേട്ടോ. ഇതിന് ഞാൻ വാങ്ങിച്ചപ്പോൾ റേറ്റ് വന്നിട്ട് എന്തോ 200 താഴെ കണ്ടായിരുന്നു കേട്ടോ. റേറ്റ് നല്ല ബ്രഷാണ്, നമുക്ക് നന്നായിട്ട് എഴുതാനൊക്കെ പറ്റും. അപ്പം ഞാൻ എങ്ങനെയാണ് എഴുതണേന്ന് ഞാൻ തരാം. കഴിഞ്ഞ് ഇതിൻ്റെ ഉള്ളിൽ തോണ്ടി ഇരുത്ത്. അപ്പം പുതിയതിൻ്റെ കുറച്ചിങ്ങനെ ഭയങ്കര ജെല്ല്. അപ്പം നമ്മൾ ഒരു ഇത്തിരി പ്രൊഡക്റ്റ് എടുത്താലും കുറേ ആവണം. ഇതാകുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കണം. നമ്മൾ ഒരു ഇത്തിരി പ്രൊഡക്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഓവറായിട്ട് ഇങ്ങനെ ആവില്ല. അപ്പം ഞാൻ എങ്ങനെ എഴുതണേന്ന് കാണിച്ചു തരാം. പിന്നെ ഞാൻ തുടങ്ങണത് നമ്മൾ എല്ലാവരും ഇങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് തുടങ്ങിയത് കുറച്ചിങ്ങനെ നീക്കിയിട്ട് തുടങ്ങിയാൽ മതി എന്ന് പറയും. പക്ഷെ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് തുടങ്ങാറുള്ള കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഐബ്രോ ഭയങ്കര കുറവാണ് കേട്ടോ. ഇവിടെ കൊണ്ടൊക്കെ ഒന്നുമില്ല. പിന്നെ എനിക്ക് ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ബ്ലാക്ക് അല്ല, എനിക്കൊരു ബ്രൗൺ കളറാണ്. അപ്പം ശരിക്കും കണ്ടിട്ടുണ്ടെങ്കിൽ അധികം ഇല്ലാത്ത പോലെയാണ് തോന്നണം കേട്ടോ ഐബ്രോ. ഇവിടെ നോക്കിയാൽ തന്നെ അറിയാണ്ട് എനിക്കൊന്നും അധികം ഇല്ലാത്ത പോലെയാണ്. അപ്പം ഞാൻ ബ്രൗൺ കളറിലാണ് എടുത്തേക്കണേ കേട്ടോ. അപ്പം ഞാൻ എടുത്തുമ്പോൾ എപ്പോഴും ഈ സ്റ്റാർട്ടിങ്ങിൽ തന്നെയാണ് ഞാൻ തുടങ്ങണേ കേട്ടോ. ക്യാമറ നോക്കി എഴുതിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. ഞാനിവിടെ കണ്ണാടിലൊക്കെ എഴുതാട്ടോ. ഈ സ്റ്റാർട്ടിങ്ങിൽ നമുക്കിങ്ങനെ എഴുതി തുടങ്ങാം. അതിന് മുമ്പ് പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ള വെച്ചാൽ നമ്മൾ ഐബ്രോ ഫില്ല് ചെയ്യുമ്പോൾ നല്ല പെർഫെക്ഷനിൽ കിട്ടാനായിട്ട് കുറച്ച് ഷേപ്പ് ചെയ്ത് കൊടുക്കാട്ടോ. കുറേ ഇങ്ങനെ വളർന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് എഴുതാണെന്നുണ്ടെങ്കിലും നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ മോളിൽ നിന്ന് എഴുതി കൊടുക്കാം. അത് ഇവിടെ എത്തുമ്പോൾ ഒരു ഇങ്ങനെ ഒരു ആർച്ച് പോലെ ആക്കട്ടെ, എന്നാലേ നല്ലൊരു ഭംഗി ഉണ്ടാവുള്ളൂ, ഷേപ്പൊക്കെ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഈ പ്രൊഡക്റ്റിനെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഉള്ളിലും ജസ്റ്റ് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഓവറായിട്ട് എടുക്കുക, അപ്പോൾ ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ട് തോന്നും. നാച്ചുറലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് പ്രൊഡക്റ്റ് എടുത്ത് എഴുതിയാൽ മതി കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഈ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ അടിയിൽ മാത്രമായിട്ട് എഴുതി കൊടുത്തത്. സ്റ്റാർട്ടിങ്ങിൽ മുകളിൽ നിന്ന് നമുക്കിത് ഇവിടെ നിന്നാണ് നമ്മൾ തുടങ്ങി കേട്ടോ. ഈ അടിയിലത്തെ ഇങ്ങനെ മുകളിലേക്കൊന്നും ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓവർ പ്രൊഡക്റ്റ് ആവില്ല, നല്ലൊരു നാച്ചുറൽ ഫിനിഷ് ആയിട്ട് നമുക്ക് തോന്നുകയും ചെയ്യും. ഇതും ഇത് നോക്കി ഞാൻ ഇങ്ങനെയാണ് ടൈപ്പ് ചെയ്തിട്ടുള്ളത്. നമുക്കിനി ഇതുപോലെ തന്നെ ഇപ്പുറത്തും എഴുതി കൊടുക്കാം കേട്ടോ. ഞാൻ കുറേ നാളായിട്ട് ഇത് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ. പണ്ട് നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ മറ്റേ ഐബ്രോ പെൻസിൽ വെച്ചിട്ട് ഞാൻ എഴുതി കൊടുക്കാറുള്ളത് കേട്ടോ. ഇപ്പം ഞാൻ കൂടുതലും ഈ ജെൽ ഐലൈനർ വെച്ചിട്ടാണ് എഴുതാറുള്ളത്. കാരണം എനിക്കും കുറച്ച് നല്ല ഭംഗിയായിട്ട് തോന്നാറുണ്ട്. അതേ കണ്ട ശരിക്കും നമ്മുടെ മുഖത്തിൻ്റെ ഒരു ഭംഗി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഐബ്രോ ഫില്ല് ചെയ്തില്ലെങ്കിൽ എന്തോ പോലെ ഇരിക്കും, ഒരു ഫിനിഷിങ് ഇല്ലാത്ത പോലെ തോന്നും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ എൻ്റെ രണ്ടും ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്കൊരു ടിപ്സ് കാണിച്ചു തരാം കേട്ടോ.
നമ്മൾ ബ്രൈഡൽ മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത് കേട്ടോ. നമ്മളിപ്പോൾ എഡ് കഴിഞ്ഞിട്ട് ചെയ്യണ്ട, ഈ സ്പൂല് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പം ഇങ്ങനെ എവിടെയെങ്കിലും കൂടുതൽ പ്രൊഡക്റ്റ് നിൽക്കണ്ടെങ്കിൽ ഈ സ്പൂല് വെച്ചിട്ട് ഇതാക്കുമ്പോൾ അത് എല്ലായിടത്തേക്കും ആയിക്കോളും. ഇങ്ങനെ അടിയിലേക്ക് കയറുന്നത് ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ ഇരി കൊടുത്താൽ മതി കേട്ടോ. ഇപ്പുറത്തും അതുപോലെ തന്നെ ഇരി കൊടുക്കുക. ഇനി നമ്മൾ അടുത്തത് ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഇങ്ങനെ ഐബ്രോ ഫില്ല് ചെയ്താലും ചിലപ്പോൾ അവിടെ ഇവിടെ ഒക്കെ കുറച്ച് അതിൻ്റെ എക്സിസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും പ്രൊഡക്റ്റ്. അപ്പം നമ്മൾ നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും കൺസീലറാ അല്ലെങ്കിൽ BB ക്രീമാ ഫൗണ്ടേഷനാ എന്താണെന്ന് ആയിക്കോട്ടെ എടുക്കാട്ടോ. എന്നിട്ട് അത് ഇതുപോലൊരു ബ്രഷ് എടുക്കാം, സാധാ ഒരു ബ്രഷ് ഇട്ടാ കണ്ടോ, ഇങ്ങനത്തെ ഒരു സാധാ ഒരു ബ്രഷ് എടുത്തിട്ട് നമുക്ക് കുറച്ച് പ്രൊഡക്റ്റ് കയ്യിലേക്ക് എടുക്കാം. ഇത്തിരി മതിയുണ്ട്, ഇത്ര കുറച്ചെടുത്താൽ മതി. നമുക്കെൻ്റെ അടിക്കൂടെ ഒന്നിങ്ങനെ അപ്ലൈ ചെയ്തെടുക്കുക. അപ്പോൾ എന്ന് പറയുമ്പോൾ നല്ലൊരു പെർഫെക്ഷനും ഒരു ഫിനിഷിങ് കിട്ടുകയും ചെയ്യും. പിന്നെ നമുക്കിങ്ങനെ എക്സിസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് നമുക്ക് കവർ ചെയ്യാനും പറ്റുകയും ചെയ്യും കേട്ടോ. ഇപ്പോഴത്തെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. അപ്പം നമ്മൾ മേക്കപ്പ് ചെയ്യണേക്കാളും മുന്നേ വെച്ച് നമ്മൾ ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ ചെയ്യണേക്കാളും മുന്നേ തന്നെ നമുക്ക് ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് കുറച്ചും കൂടി ബെറ്റർ. അപ്പം നമുക്ക് ഈ ഫൗണ്ടേഷൻ വെച്ചിട്ട് പിന്നെ മൊത്തത്തിൽ ഇട്ട് കൊടുത്താൽ മതിയല്ലോ. അപ്പം രണ്ടാമത് സെപ്പറേറ്റ് ഇങ്ങനെ ചെയ്യേണ്ട കാര്യം ഉണ്ടാവില്ലല്ലോ. അതിൻ്റെ അടിയിൽ നല്ലൊരു ഫിനിഷിങ് വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് ഇവിടെ ജസ്റ്റ് കുഞ്ഞു കുഞ്ഞു പിരികനൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതും കവർ ചെയ്ത് പൊക്കോളും. അപ്പം നമുക്കിപ്പോൾ പെട്ടെന്ന് ഷേപ്പ് ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇത് വെച്ച് കവർ ചെയ്ത് ഇങ്ങനെ എടുക്കാൻ പറ്റും കേട്ടോ. ഇതേപോലെ തന്നെ നമുക്ക് മുകളിലും ചെയ്യാം കേട്ടോ. ഇപ്പോഴത്തെ ചൂടൊക്കെ എങ്ങനെയുണ്ട് ഗൈസ്? ഭയങ്കര ചൂടാണ്. എനിക്കൊന്നും തന്നെ ഇപ്പം ഞാൻ വീഡിയോ എടുക്കാൻ ഫാൻ ഓഫ് ചെയ്ത് വെച്ചേക്കാണ്. കാരണം ഭയങ്കര സൗണ്ടായിരിക്കും. അപ്പം ഞാൻ ഇങ്ങനെയുണ്ട് ഞാൻ എൻ്റെ ഐബ്രോ ഫില്ല് ചെയ്യാറുള്ളത്. ഇനി നമുക്ക് വേറൊരു ടിപ്പും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമുക്കിപ്പോൾ എന്നെപ്പോലെ ഇങ്ങനെ ഒട്ടും പിരിയില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഞാൻ ഇങ്ങനെ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ചെയ്യാറുള്ളൂ കേട്ടോ. ഡെയിലി യൂസ് ചെയ്യുമ്പോൾ വെറുതെ ഇങ്ങനെ എഴുതി കൊടുക്കാറുള്ളൂ. ഇങ്ങനെ അടിയിലൊന്നും ഇങ്ങനെ കറക്റ്റായിട്ട് ഷേപ്പ് ഇതൊക്കെ ചെയ്യാറില്ല. പിന്നെ നമ്മളെല്ല കല്യാണത്തിന് എവിടെയെങ്കിലുമൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പിരിങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു വാട്ടർ പ്രൂഫിൻ്റെ ഏതെങ്കിലും ഒരു മസ്കാര എടുക്കൂട്ട. എന്നിട്ട് അതിനകത്ത് കുറേ പ്രൊഡക്റ്റ് വേണ്ട, നമുക്ക് ഒരു ഇത്തിരി മതി. എന്നിട്ട് ബാക്കി ഇതൊരു ടിപ്പാണ്. അപ്പം ഇങ്ങനെ ചെയ്ത് ഒട്ടും പുരുകനില്ലാത്ത ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഐബ്രോ ഇല്ലാത്ത ആൾക്കാർ ഇങ്ങനെ ചെയ്താൽ മതി. അപ്പം കുറച്ചും കൂടി നമുക്ക് ഉള്ളതുപോലെ കാണിപ്പിക്കും. അപ്പം ഇതിങ്ങനെ കണ്ണുമിട്ട് കഴിയുമ്പോൾ നമ്മുടെ പീലേക്ക് ഇങ്ങനെ വിടർന്ന് നിൽക്കില്ലേ, അതുപോലെ തന്നെ നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ ഈ ഐബ്രോ പതുക്കൊന്നിങ്ങനെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുക. പതുക്കാട്ടോ, ഓവറായിട്ട് കാണിക്കരുത്. കാരണം ഭയങ്കര എല്ലാ പ്രൊഡക്റ്റും കൂടി നമ്മുടെ പിരികത്തും ഇരിക്കും. ജസ്റ്റ് പതുക്കെ ഇങ്ങനെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൺപീലി ഇങ്ങനെ കട്ടി വയ്ക്കില്ലേ, ഇത് വെച്ച് എഴുതുമ്പോൾ കുറച്ചിങ്ങനെ നല്ല കട്ടിയിൽ തിക്കിൽ കാണിക്കുന്ന പോലെ തന്നെ നമ്മുടെ പിരികത്തും ഇതിൻ്റെ പ്രൊഡക്റ്റ് പിടിച്ചിട്ട് കുറച്ച് ഉള്ളതുപോലെ ഇങ്ങനെ കാണിപ്പിക്കും. ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ മുകളിലേക്കാണ്, അടിയിലേക്ക് കാണിക്കുന്നത് കേട്ടോ. അപ്പം കണ്ട പിന്നെ പിരികം നോക്കി. ഇപ്പം എനിക്ക് ശരിക്കും ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഉള്ള പിരികം കുറച്ചും കൂടി ഇങ്ങനെ എടുത്ത് കാണിക്കും ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഇതേ ഇങ്ങനെയല്ല ഞാൻ എൻ്റെ ഐബ്രോ ഫില്ല് ചെയ്യാറുള്ളത്. കണ്ട കറക്റ്റ് ലുക്ക്. ഇത് ഞാൻ നമ്മുടെ സാധാ വെട്ടത്തിയാണ് കണ്ട് എടുക്കുന്നത്. പകത്ത് വെച്ചിട്ട് കറക്റ്റ് ക്ലിയർ ആയിട്ട് കണ്ടിട്ടുണ്ടാവില്ല. അതാണ് ഞാൻ പുറത്തിട്ടുണ്ട് കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ